السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، ما يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർപ്പിക്കുകയാണ്. എന്താണ് ഫിദിയ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? രണ്ട്, ആരാണ് ഫിദിയ കൊടുക്കേണ്ടത്? മൂന്നാമത്തത്, എന്താണ് ഫിദിയായിട്ട് കൊടുക്കേണ്ടത്? നാലാമത്തത്, ഫിദിയ നമുക്ക് പണമായിട്ട് നൽകാൻ പാടുണ്ടോ ഇല്ലേ? അഞ്ചാമത്തെ വിഷയം, എപ്പോഴാണ് ഫിദിയ കൊടുക്കേണ്ടത്? ഈ 5 വിഷയങ്ങൾ ചെറിയ രൂപത്തിലുള്ള വിശദീകരണമാണ് ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഫിദിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ ഫിദിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് ഫിദിയ എന്നും ആരാണ് ഫിദിയ കൊടുക്കേണ്ടത് എന്നുള്ളതും വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ റമദാനുമായി ബന്ധപ്പെട്ട, നോമ്പുമായി ബന്ധപ്പെട്ട ആയത്തുകൾ വിശദീകരിക്കുന്നതിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വിശുദ്ധ റമദാനിന്റെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതിന്റെ 3 ഘട്ടങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതിന്റെ വിശദീകരണത്തിൽ, ആയത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം 3 ഘട്ടങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന്റെ മുമ്പുള്ള 1ാമത്തെ ഘട്ടം, മദീനയിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശൂറ നോമ്പ് നോറ്റിരുന്നു. ആശൂറ നോമ്പ് നിർബന്ധമാണോ അല്ലേ എന്നുള്ളതിൽ ചർച്ചയുണ്ട്. അത് നിർബന്ധമായിരുന്നു എന്ന് പറഞ്ഞ ആളുകളുണ്ട്. പിന്നീട് റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ ആശൂറ നോമ്പ് അത് സുന്നത്തായിട്ട് നിലനിർത്തി എന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത് അതിലൊരു വിഷയം വരുന്നത്, ഓരോ മാസത്തിലും 3 ദിവസത്തെ നോമ്പ് അവരനുഷ്ഠിച്ചിരുന്നു. മദീനയിലെത്തിയതിനു ശേഷം ഓരോ മാസവും 3 ദിവസം അവർ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. അപ്പൊ ആശൂറ നോമ്പ് 1, പിന്നീട് ഓരോ ദിവസവും 3 ദിവസത്തെ നോമ്പ്. അതിനുശേഷം പിന്നീട് ആയത്ത് അവതരിപ്പിക്കപ്പെട്ടു. സുമ്മ ഇന്നല്ലാഹ ഫറള അലൈഹി സിയാം, നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ആയത്ത് അവതരിപ്പിച്ചു. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ ത്വാമു മിസ്കീൻ എന്ന ആയത്ത് വരെ അവതരിച്ചു. നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അത് പറഞ്ഞതിന് ശേഷം നോമ്പ് നിർബന്ധമാക്കി. പക്ഷെ അവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നോമ്പ് നിർബന്ധമുള്ള ആളുകൾക്ക് തന്നെ എന്ത് ചെയ്യാമായിരുന്നു? ഫിദിയ കൊടുത്തുകൊണ്ട് ആ നോമ്പിൽ നിന്ന് ഒഴിവാകാം. ആരോഗ്യമുള്ള ആളുകൾക്ക് തന്നെ ഫിദിയ കൊടുക്കുകയും ആ നോമ്പ് ഒഴിവാക്കുകയും ചെയ്യാമായിരുന്നു. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷവും വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ ത്വാമു മിസ്കീൻ എന്നുള്ള ആയത്ത് അവതരിപ്പിച്ചപ്പോ നോമ്പ് നോൽക്കാൻ നിർബന്ധമാക്കപ്പെട്ട ആളുകൾക്ക് തന്നെയും എന്ത് ചെയ്യാമായിരുന്നു? ഫിദിയ കൊടുത്തുകൊണ്ട് ആ നോമ്പിൽ നിന്ന് ഒഴിവാക്കാമായിരുന്നു. പിന്നീട് ഇബ്നു കസീർ പറയണം, ഫകാന മൻ ഷാ സാമ വമൻ ഷാ അത്അമ മിസ്കീനൻ. ഉദ്ദേശിക്കുന്നവർക്ക് നോമ്പ് നോൽക്കാം, അതല്ല നോമ്പ് ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നോമ്പ് ഒഴിവാക്കാമായിരുന്നു. ഫജിസ ദാലിക്കാനു, അങ്ങനെയായിരുന്നു ആദ്യത്തെ നിയമം. സുമ്മ ഇന്നല്ലാഹ അസ്സ വജല്ല അൻസലൽ ആയത്തൽ ഉഖ്റ, പിന്നീട് അല്ലാഹു അടുത്ത ആയത്ത് അവതരിപ്പിച്ചു. ഇലാ ഖൗലിഹി ഫമൻ ഷഹിദ മിൻകും അശ്ശഹറ ഫലിയസും എന്നുള്ള ആയത്ത് അവതരിപ്പിച്ചു. ഈ ആയത്ത് അവതരിപ്പിച്ചതോടുകൂടിയിട്ട് എന്തായി? ആരോഗ്യമുള്ള മുഖീമായിട്ടുള്ള എല്ലാ ആളുകൾക്കും നോമ്പ് നിർബന്ധമായി. വറഖസ ഫീഹിൽ മരീദി വൽ മുസാഫിർ, പിന്നീട് അതിലൊരു റുഖ്സ കൊടുത്തത് യാത്രക്കാർക്കും രോഗികൾക്കുമാണ്. അവരെന്ത് ചെയ്യണം? പിന്നീട് നോറ്റ് വിട്ടണം എന്നുള്ളത് ഖുർആന്റെ ആയത്തിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. വസബതൽ ഇത്ആമു ലിൽ കബീരി അല്ലദീ ലാ യസ്തതിഉ സിയാം, പിന്നീട് ഈ ആയത്തിൽ പറയപ്പെട്ട ഹുക്മ്, അതായത് വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ ത്വാമു മിസ്കീൻ എന്നുള്ള ആയത്ത് പിന്നീട് നോമ്പ് നോൽക്കാൻ സാധിക്കാത്ത പ്രായമായ ആളുകൾ, അവരുടെ കാര്യത്തിൽ എന്തായി? ആ ആയത്ത് സ്ഥിരപ്പെടുകയും ചെയ്തു. അതല്ലാത്ത എല്ലാ ആളുകളും നോമ്പ് നിർബന്ധമായിട്ട് നോൽക്കണം. നോമ്പ് നോൽക്കാൻ സാധിക്കാത്ത ആളുകളുണ്ടാവും, പ്രായം ചെന്ന ആളുകൾ. അവരെന്ത് ചെയ്യണം? അവരാ നോമ്പിന് പകരം ഫിദിയ കൊടുക്കണം.
അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോൽക്കാനുള്ള ആരോഗ്യമല്ല. ഇതാണ് ഈ നോമ്പിന്റെ 3 ഘട്ടങ്ങളെ സംബന്ധിച്ച് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഞാൻ അതിന്റെ ബാക്കിയുള്ള വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല, അതിന്റെ ഘട്ടങ്ങളൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ ത്വാമ മിസ്കീൻ എന്നുള്ളത് ഇബ്നു കസീറിന്റെ ആയത്തിൽ നമ്മൾ വിശദീകരണത്തിൽ നമ്മൾ മനസ്സിലാക്കി. അത് പിന്നീട് ബാധകമായി തീരുന്നത് പ്രായം ചെന്ന ആളുകൾക്കാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീടുകളിൽ, മുസ്ലിം കുടുംബങ്ങളിൽ പ്രായം ചെന്ന സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, വാർദ്ധക്യം പ്രാപിച്ച ആളുകളുണ്ട്. അവരുടെ കാര്യത്തിൽ എന്തൊരു നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് ബുദ്ധിമുട്ടിപ്പിച്ച് പ്രയാസപ്പെടുത്തിയിട്ട് നോമ്പെടുപ്പിക്കുന്ന ആളുകളുണ്ട്. അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് നോമ്പെടുപ്പിക്കും. അതൊരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഇതിനെ സംബന്ധിച്ചുള്ള ഹുക്കം അറിയാത്തത് കൊണ്ട് തന്നെ വൃദ്ധരായ ആളുകൾ പോലും നോമ്പെടുക്കുകയും അതവരുടെ ജീവന് തന്നെ അപകടമായി തീരുകയും പിന്നീട് പല പ്രശ്നങ്ങളിലേക്കും എത്തിപ്പെടുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ഹുക്കം, മതപരമായിട്ടുള്ള വിധി എന്താണ് എന്നുള്ളത് അവർക്കറിയില്ല. അങ്ങനെ അവരുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. മൂന്നാമതിൽ വരുന്ന ഒരു വിഷയം എന്താ വെച്ചാല്, പ്രായമായ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും, അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ആ കാര്യങ്ങൾ അവരുടെ മക്കൾ ശ്രദ്ധിക്കണം, അവരുടെ വീട്ടിലുള്ള മറ്റുള്ള ആളുകൾ ശ്രദ്ധിക്കണം. പക്ഷെ അവരൊന്നും ഈ കാര്യം ശ്രദ്ധിക്കാറുമില്ല. അവര് നോമ്പ് നോൽക്കുന്നതാണോ, നോമ്പ് കഴിയുന്ന ആളുകളാണോ, നോമ്പ് നോൽക്കാത്ത ആളുകളാണോ, അവർക്ക് ഫിദിയ കൊടുക്കേണ്ടതുണ്ടോ, അത് അവരോട് അതിനെ സംബന്ധിച്ച് സംസാരിക്കേണ്ടതുണ്ടോ, ഇതൊന്നും അവർ ശ്രദ്ധിക്കാറില്ല, അവര് മനസ്സിലാക്കാറില്ല, അവരങ്ങനെ ആ കാര്യങ്ങളിൽ ഇടപെടാറുമില്ല. ഇങ്ങനെയുള്ള വിഷയങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വിഷയമാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ഈ ആയത്തിന്റെ പരിധിയിൽ മൂന്നാമതൊരു വിഭാഗം കൂടി പെടും. ഒന്ന് സ്ത്രീകൾ, പുരുഷന്മാര്. ഒന്ന് സ്ത്രീകള്, മറ്റൊന്ന് പുരുഷന്മാര്. 2 ഒരു വിഭാഗത്തെ കൂടി അതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് രോഗികളായ ആളുകൾ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി പറയുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ ബുഖാരി പറയണ, ഈ ആയത്ത് ലൈസത്ത് ബി മൻസൂഖ, ഈ ആയത്ത് മൻസൂഖത്തല്ല, ഈ ആയത്ത് ദുർബലപ്പെടുത്തപ്പെട്ടിട്ടില്ല. പിന്നെ എന്താണ് അവിടെ വന്ന മാറ്റം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ആദ്യ കാലഘട്ടത്തിൽ നോമ്പ് നോൽക്കാൻ ആരോഗ്യമുള്ള ആളുകൾക്ക് തന്നെ നോമ്പ് ഒഴിവാക്കുകയും പകരം ഫിദി കൊടുക്കുകയും ചെയ്യാമായിരുന്നു. അത് ഒഴിവാക്കി. എന്നിട്ട് ഇബ്നു അബ്ബാസ് പറയണേ, ഈ ആയത്ത് ഏത് അലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ ത്വാമു മിസ്കീൻ എന്നുള്ള ആയത്ത് മൻസൂഖല്ല. പിന്നെ ആർക്കാണ് ആയത്ത് ബാധകമാകുന്നത്? ഹു അശ്ശൈഖുൽ കബീർ വൽ മർഅത്തുൽ കബീറ, പ്രായം ചെന്ന സ്ത്രീകള്, പുരുഷന്മാര്. ലാ യസ്തതിആനി അൻ യസൂമ, അവർക്ക് നോമ്പ് നോൽക്കാൻ സാധിക്കുകയില്ല. അപ്പൊ അവര് പ്രായം ചെന്ന ആളുകളാണ്, അവർക്ക് നോമ്പ് നോൽക്കാനുള്ള ആരോഗ്യമില്ല. അൻ യസൂമ ഫയുത്ഇമാനി മകാന കുല്ല യൗമിൻ മിസ്കീന, അവർ രണ്ടുപേരും എന്ത് ചെയ്യണം? നഷ്ടപ്പെട്ട നോമ്പിന് പകരമായിട്ട്, ഓരോ ദിവസത്തെ നോമ്പിന് പകരമായിട്ട് ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കണം. ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, 2 തരത്തിലുള്ള രോഗികളുണ്ടാവും. ഒന്ന്, രോഗം മാറുമെന്ന് പ്രതീക്ഷയുള്ള രോഗികൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിധി രോഗം മാറിയാൽ അവരാ നോമ്പ് നോറ്റുവിട്ടണം. യാത്രക്കാരെ പോലെ തന്നെ രോഗമുള്ള ആളുകൾ, അവരുടെ രോഗം മാറിയാൽ ആ നോമ്പ് നോറ്റുവിട്ടണം. രണ്ടാമതൊരു തരത്തിലുള്ള രോഗമുള്ള ആളുകളുണ്ട്, അവർ നിത്യരോഗികളാണ്. ഇനി ആ രോഗം മാറുമെന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കില്ല. ഡയാലിസിസ് ചെയ്യുന്ന ആളുകള്, ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള ആളുകള്, അത് രോഗം ഏതാണ് എന്നുള്ളതല്ല. അതിനെ സംബന്ധിച്ച് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുള്ളത് വൽ മരീദുല്ലദി ലാ യുർജ ബുർഉഹു, ഇനി ആ രോഗം മാറുമെന്നുള്ള പ്രതീക്ഷയില്ലാത്ത രോഗികൾ, അവരും എന്ത് ചെയ്യണം? യുഫ്തിറു, നോമ്പ് മുറിക്കണം. വയുത്ഇമു ലികുല്ലി യൗമിൻ മിസ്കീന, ഓരോ ദിവസത്തെയും നോമ്പിന് പകരമായിട്ട് ഒരു മിസ്കീനിന് ഭക്ഷണം കൊടുക്കണം. ഇവരെ സംബന്ധിച്ചാണ് ഈ ആയത്ത് ബാധകമായിട്ടുള്ളത്. അപ്പൊ ഇവരെന്ത് ചെയ്യണം? ഇങ്ങനെ നോമ്പ് നോൽക്കാൻ സാധിക്കാത്ത ആളുകൾ, അതേപോലെ തന്നെ രോഗം മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത ആളുകൾ, അവര് നോമ്പ് ഒഴിവാക്കിയിട്ട് അവര് ഫിദിയ കൊടുക്കണം. ഇനി എന്താണ് ഫിദിയ കൊടുക്കേണ്ടത്? നമ്മുടെ നാട്ടിൽ സാധാരണ പറയാറുണ്ട് മുദ്ദ് കൊടുക്കുക എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ മുദ്ദ് കൊടുക്കുക എന്നുള്ള പ്രയോഗം ഈ വിഷയത്തിന് ശരിയായിട്ടുള്ള ഒരു പ്രയോഗമല്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് പറയാം, നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആളുകൾ മുദ്ദ് കൊടുക്കണം എന്നുള്ളതാ പറയാം. അങ്ങനെ ഒരു ചർച്ച ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. അവര് പിന്നെ മുദ്ദാണ്ട് കൊടുക്കുക. യഥാർത്ഥത്തിൽ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് നിസ്ഫു സ്വാ ആണ് ഫിദിയായിട്ട് കൊടുക്കേണ്ടത്. അതിന്റെ കണക്ക് പറയുകയാണെങ്കിൽ നിസ്ഫു സ്വാ, ഒരു സ്വാന്റെ പകുതി. ഒരു സ്വാ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. അപ്പൊ നിസ്ഫു സ്വാ എന്ന് പറഞ്ഞാൽ 2 മുദ്ദ്. അത് നമ്മുടെ ഇന്നത്തെ കണക്കിലേക്ക് മാറ്റിയാൽ ഷെയ്ഖ് ഇബ്നു ബാസ്, അതേപോലെ തന്നെ ലജ്നത്ത് ദായിമയുടെ ഫത്വയിലൊക്കെ കാണാൻ പറ്റുന്നത്
നിസ്ഫു സ്വായ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 1.5 കിലോഗ്രാം. വായിദ് കിലോ വനിസ് എന്നുള്ളതാണ്. അതിലൊക്കെ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. 1.200, 1.300 എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. ഷെയ്ഖ് ബിൻ ബാസ് പറഞ്ഞത് ലജ്നത്ത് ദായിമയുടെ ഫത്വയിലൊക്കെ വന്നിട്ടുള്ളത് വാഹിദ് വനിസ്ഫു കിലോ എന്നുള്ളതാണ്. 1.5 കിലോ നിസ്ഫു സാണ് അതിന്റെ ശറഈ ആയിട്ടുള്ള അളവ്. അതാണ് അത് ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. എന്നാൽ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ ഫിദിയത്തുൻ തുആമു മിസ്കീൻ എന്നുള്ളതാണല്ലോ. അത് 2 രൂപത്തിൽ കൊടുക്കാം എന്നുള്ളത് ആ ആയത്തിനെ വിശദീകരിച്ചിട്ട് മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും പറഞ്ഞിട്ടുണ്ട്. 2 രൂപത്തിൽ അത് കൊടുക്കാം. ഒന്നാമത്തെ രൂപം ഇബ്നു ഉസൈമീനൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ എത്ര ദിവസത്തെ നോമ്പാണോ നഷ്ടപ്പെട്ടത്, ആ നോമ്പിന് പകരമായിട്ട് 30 നോമ്പ് ഒരാൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ 30 സാധുക്കളെ വിളിച്ചിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുക. അത് നോമ്പ് തുറപ്പിക്കാം, അത് മതി. ഇനി അതല്ലെങ്കിൽ അവർക്ക് രാത്രി ഭക്ഷണം കൊടുക്കാം, ഒരൊറ്റ നേരത്തെ ഭക്ഷണം. എത്ര നോമ്പാണ് നഷ്ടപ്പെട്ടത്, ആ നോമ്പിന് പകരം ഒരൊറ്റ നേരത്തെ ഭക്ഷണം. അതാണ് ഫിദിയായിട്ട് കൊടുക്കേണ്ടത്. ഇനി അവിടെ മറ്റൊരു വിഷയം മനസ്സിലാക്കാനുള്ളത്, ഇത് ഒരാൾക്ക് തന്നെ കൊടുക്കാൻ പറ്റുമോ? ഒരാൾക്ക് തന്നെ കൊടുക്കാം. ഒരാൾക്ക് 30 നോമ്പ് പോയിട്ടുണ്ടെങ്കിൽ ആ 30 ദിവസത്തെ ഫിദിയയും ഭക്ഷണവും ഒരാൾക്ക് തന്നെ കൊടുക്കാം. ഇനി അത് 30 ആളുകൾക്ക് കൊടുക്കാൻ പറ്റുമോ? 30 ആളുകൾക്ക് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അത് ഒരാൾക്ക് തന്നെ വേണമെന്നുള്ള ഒരു കൽപ്പന ശറയിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഇനി ഒരു കുടുംബത്തിൽ 5 ആളുകളുണ്ട്, ആ 5 ആളുകൾക്ക് കൊടുക്കാം. അപ്പൊ അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എത്ര നോമ്പാണ് നമുക്ക് നഷ്ടപ്പെട്ടുള്ളത് അത്ര ആളുകൾക്ക് ആ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് പ്രായമായി. അപ്പൊ സ്വാഭാവികമായിട്ടും നോമ്പ് നോൽക്കാനും പ്രയാസമായി. ഇങ്ങനെ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം അങ്ങനെ അദ്ദേഹം ചെയ്തത് എന്താണെന്നുള്ളത് ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അത് വന്നിട്ടുണ്ട്. അതിൽ കാണാൻ അനസിൻ ബിൻ മാലിക് അനസ് റളിയല്ലാഹു തആല അൻഹു ളഅഫ അനി സൗമി ആമൻ. അദ്ദേഹം 1 വർഷത്തെ നോമ്പ് അദ്ദേഹത്തിന് നോൽക്കാൻ സാധിച്ചില്ല. ചില റിപ്പോർട്ടുകളിൽ 2 വർഷത്തെ നോമ്പ് എന്ന് കാണാൻ പറ്റും. അത് അദ്ദേഹത്തിന് നോൽക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ ശരീരം ദുർബലമായി. ഫസ്വന ജസ്രതം മിൻ സരീരിൻ. അദ്ദേഹം എന്ത് ചെയ്തു? വലിയൊരു പാത്രം കൊണ്ടുവന്നിട്ട് അതിൽ സരീദ് ഉണ്ടാക്കിയിട്ട് വെച്ചു. സരീദ് അറിയാലോ, നമ്മൾ സാധാരണ ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ ഇറച്ചിച്ചാറും ഈ റൊട്ടി കുബൂസൊക്കെ വെച്ചിട്ടുള്ള സരീദ് കൊണ്ടെന്ന് വെച്ചു കൊടുത്തു. വലിയൊരു തളികയിൽ സരീദ് ഉണ്ടാക്കിയിട്ട് സരാസീന മിസ്കീനൻ ഫഅശ്ബാഹും. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്തു? 30 മിസ്കീനുകളെ ക്ഷണിച്ചു. എന്നിട്ട് അദ്ദേഹം വയറ് നിറച്ചിട്ട് ഫഅശ്ബാഹും, അവർക്ക് ആ ഭക്ഷണം അവർക്ക് അദ്ദേഹം കൊടുത്തു, ആ സരീദ് അദ്ദേഹം അവർക്ക് കൊടുത്തു എന്നുള്ളതാണ്. ഇത് ഇമാം ബുഖാരി അതേപോലെ തന്നെ ഇബ്നു അസാക്കിറൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള സംഭവമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ഈ വിഷയത്തെ സംബന്ധിച്ച് ചോദിച്ചു. ഒരാൾ വന്നിട്ട് ഒരു സംശയം ചോദിച്ചു. ഒരു സ്ത്രീയെ സംബന്ധിച്ചാണ് ചോദിച്ചത്. അഫ്തറത്ത് റമദാൻ, ആ സ്ത്രീക്ക് റമദാനിൽ നോമ്പ് നോൽക്കാൻ സാധിച്ചിട്ടില്ല, അവര് നോമ്പ് മുറിച്ചിട്ടുള്ള സ്ത്രീയാണ്. അപ്പൊ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ചോദിച്ചു, കം അഫ്തറത്ത്, എത്രയാണ് അവര് നോമ്പ് മുറിച്ചിട്ടുള്ളത്? അപ്പൊ ചോദിച്ച ആള് പറഞ്ഞു സലാസീന യൗമിൻ, 30 ദിവസത്തെ നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ട്, 30 ദിവസത്തെ നോമ്പ് നോൽക്കാൻ സാധിച്ചിട്ടില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു ഇജ്മാ സലാസീന മിസ്കീനൻ വഅതമിഹും മറത്തൻ വാഹിദ വാഷ്ബിഹും, 30 മിസ്കീനുകളെ ഒരുമിച്ച് കൂട്ടുക, എന്നിട്ട് ഒരൊറ്റ നേരത്തെ ഭക്ഷണം അവർക്ക് കൊടുക്കുക. കാലസായിലു, അപ്പൊ ചോദിച്ച ആള് വീണ്ടും ചോദിച്ചു മാ അത്അമഹും, എന്താണ് അവർക്ക് തിന്നാൻ കൊടുക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞു ഖുബ്സൻ വലഹ്മൻ ഇൻ ഖദറത് മിൻ ഔസതി തആമിക്കും, നിങ്ങളൊക്കെ തിന്നുന്ന ആ ഭക്ഷണത്തിൽ നിന്നുള്ള ഖുബ്സും ലഹ്മും കൂടി, ഖുബ്സും ലഹ്മും. അപ്പോ ഭക്ഷണമായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം ഖുർആനിന്റെ പ്രയോഗം എന്താണ്? ഫിദിയത്തുൻ തുആമു മിസ്കീൻ എന്നുള്ളതാണ്. ഒരു മിസ്കീനിന് 1 നേരത്തെ ഭക്ഷണം എന്നുള്ളതാണ്. അപ്പൊ മിസ്കീനിന് ഭക്ഷണമാകണമെങ്കിൽ എന്ത് വേണം? വെറും നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ 1.5 കിലോ അരി കൊണ്ടുപോയി കൊടുത്താലും ആ ഫിദിയ കൊടുത്തു എന്നുള്ളത് നമുക്ക് പറയാം. നമ്മളാ കൽപ്പന നമ്മൾ നിറവേറ്റി എന്നുള്ളത് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ ഖുർആനിന്റെ പ്രയോഗം തുആമ് എന്നുള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവർ പറഞ്ഞു 1 നേരത്തെ ഭക്ഷണം കൊടുക്കലാണ് ഏറ്റവും നല്ലത്. ബിനുസൈം പറഞ്ഞു അങ്ങനെ കൊടുക്കുന്നത് തന്നെയാണ് ഇത് അഫ്ദലായിട്ടുള്ളത്. ഇനി അതല്ല, ഒരാള് അരി കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? അതിന്റെ കൂടെ അത് പാകം ചെയ്യാനുള്ള സാധനങ്ങൾ കൂടി കൊടുക്കട്ടെ എന്നുള്ളത് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞു നോമ്പിന്റെ ഫിദിയ നമുക്ക് എത്ര ആളുകൾക്ക്, അത് ഒരാൾക്ക് തന്നെ വേണമെങ്കിൽ കൊടുക്കാന്ന് പറഞ്ഞു. എന്നാൽ സത്യലംഘനത്തിന് പ്രായച്ചിത്തം വിശദീകരിക്കുന്നിടത്ത് 10 ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 10 ആളുകൾക്ക് തന്നെ കൊടുക്കണം. ഫിദിയ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് 10 ആളുകൾക്ക് എന്ന് പറഞ്ഞുകൊടുത്ത് അത് 10 ആളുകൾക്ക് തന്നെ കൊടുക്കൽ നിർബന്ധമാണ്. അത് റമദാനിന്റെ ഫിദിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടില്ല ആ ഒരു ഷർത്ത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സിലായല്ലോ? സത്യലംഘനത്തിന്റെ പ്രായച്ചിത്തം പറഞ്ഞപ്പോ ഖുർആൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? 10 മിസ്കീനുകൾക്ക് എന്നുള്ളത് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് 10 എണ്ണം തന്നെ തേക്കണം. അത് ഒരാൾക്ക് കൊടുത്താലും എന്താവില്ല, ശരിയാവില്ല, അവിടെ വിധിയായിട്ട് പരിഗണിക്കപ്പെടില്ല. ആ കാര്യം അതിന്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇബ്നു ഉസൈമീനെ പോലുള്ള ആളുകൾ അത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് കൊടുക്കാം, പാകം ചെയ്യാതെയും ഇത് കൊടുക്കാം. അതിൽ ഏറ്റവും അഫ്ദലായിട്ടുള്ളത് ഏതാണ്? അനസ് റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ
ഇമാം അഹ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹിയൊക്കെ പറഞ്ഞതുപോലെ ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുക, എന്നിട്ട് അവർക്ക് എന്താണ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത് നല്ല രൂപത്തിൽ, ഒരു ഭക്ഷണമാകുന്ന രൂപത്തിൽ അവർക്കത് കൊടുക്കുക. ഇതിന് ചർച്ചയിലാണ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി ഇത് പറഞ്ഞത്. ഒരാൾ 1.5 കിലോ കൊടുത്താൽ മതി. എന്നിട്ട് അദ്ദേഹം പറയണേ ലാക്കിൻ യംബഗി ഫി ഹാദിഹിൽ ഹാലി, പക്ഷെ ഇങ്ങനെ അരിയായിട്ട് കൊടുക്കുമ്പോ നല്ലതാണ് എന്താ യജാല മാഹുമാ യുദിമുഹു മിൻ ലഹമിൻ ഔ നഹ്വഹു, അതിന്റെ കൂടെ എന്തെങ്കിലും കറിയായിട്ട് കൊടുക്കുക, ഇറച്ചി പോലെ ലഹമ് മാംസം പോലത്തെ എന്തെങ്കിലും അതിന്റെ കൂടെ അവർക്ക് കൊടുക്കുക എന്നുള്ളത് നല്ലതാണ് എന്നുള്ളത് ഈ ആയത്തിന്റെ തഫ്സീറിൽ ആര് പറഞ്ഞിട്ടുണ്ട്? ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത് ആ രൂപത്തിൽ തന്നെ ഫിദിയാണ്. ഇത് ഇസ്ലാമികമായിട്ടുള്ള ഒരു നിയമമാണ്. അപ്പൊ ഇത് അങ്ങനെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇത് ഏത് സന്ദർഭത്തിലാണ് ഫിദിയ കൊടുക്കേണ്ടത്? റമദാനിന്റെ തുടക്കത്തിൽ കൊടുക്കാൻ പറ്റുമോ? ഇനി റമദാനിന്റെ അവസാനത്തിലാണോ കൊടുക്കേണ്ടത്? അവിടെ 4 രൂപത്തിൽ ഇത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഫിദിയ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 രൂപം നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഓരോ ദിവസവും നോമ്പ് തുറന്നു ഓരോ ദിവസവും ആളുകളെ വിളിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരാഴ്ചത്തത് ഒരുമിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ 10-10-10 അങ്ങനെ ആ നോമ്പ് തുറന്നതിന് ശേഷം ഫിദിയ കൊടുക്കുക. ഇതൊന്നാമത്തത്. ഇതിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു കാര്യമാണ്. രണ്ടാമത്തെ രീതി 29 അല്ലെങ്കിൽ 30 നോമ്പാണല്ലോ. എത്ര നോമ്പാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്? ആ നോമ്പിന് പകരം ഒന്നിച്ച് നേരത്തെ അനസ് റളിയല്ലാഹു ചെയ്തതുപോലെ 30 ആളുകളെ വിളിച്ചിട്ട് 30 നോമ്പിനും അല്ല അവസാനത്തെ ദിവസം എന്ത് ചെയ്യുക? നോമ്പിന്റെ അവസാനം 30 മിസ്കീനുകൾക്ക് ഒരുമിച്ച് കൊടുക്കുക. അത് റമദാനിന്റെ അവസാനത്തിൽ കൊടുത്താലും മതിയാകും. എത്രയാണോ അയാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടത് അത്ര റമദാനിന്റെ അവസാനത്തിൽ. ഇതിലും അഭിപ്രായ വ്യത്യാസമല്ല, ഖിലാഫില്ല. മൂന്നാമതെന്ന് വന്നിട്ടുള്ളത് റമദാനിന്റെ തുടക്കത്തിൽ തന്നെ മൊത്തത്തിൽ കൊടുക്കുക. 30 ദിവസത്തിന് പകരമായിട്ട് റമദാനിന്റെ തുടക്കത്തിൽ തന്നെ കൊടുക്കുക. ഇത് ജായിസാണോ അല്ലേ എന്നുള്ളതിൽ ഉലമാക്കൾക്കിടയിൽ ഖിലാഫുണ്ട്. ഉലമാക്കൾക്കിടയിൽ ഖിലാഫുള്ള ഒരു വിഷയമാണ്. അപ്പോ തീരെ രോഗം മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗികൾ, അതേപോലെ തന്നെ വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് റമദാനിന്റെ തുടക്കത്തിൽ 30 ദിവസത്തെ നോമ്പിന് പകരമായിട്ട് ഇങ്ങനെ ഫിദിയ കൊടുക്കുക. അപ്പൊ അതിൽ ഖിലാഫുണ്ട്. എന്നാൽ റാജിഹായിട്ടുള്ള അഭിപ്രായം അത് കൊടുക്കുന്നതിന് വിരോധമില്ല എന്നുള്ളതാണ് റാജിഹായിട്ടുള്ള അഭിപ്രായമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ചർച്ച വരാനൊരു കാരണമാണ്. എന്താ വെച്ചാല് പിന്നെ സബബ് 2 കാര്യങ്ങളാണ് ഒരു അമലിന് വേണ്ടത്. ഒന്ന് സബബ് ഉണ്ടാകുക, രണ്ടാമത്തത് എന്താ വെച്ചാല് അവിടെ അമലുണ്ടാകണം, സബബ് ഉണ്ടാകണം. നമ്മൾ റമദാനിന്റെ ആദ്യത്ത് കൊടുക്കുമ്പോ സബബ് ഉണ്ട്, പക്ഷെ അവിടെ അമല് നടക്കണില്ല. റമദാനിന്റെ ആദ്യത്തിൽ സബബ് ഉണ്ട്. സബബ് എന്താ? അയാൾ റമദാനിൽ പ്രവേശിച്ചു, സബബ് ഉണ്ട്. പക്ഷെ ലം യഖ് അൽ അമൽ, അവിടെ അമല് നടക്കുന്നില്ലല്ലോ. കാരണം ചിലപ്പോൾ 2ാമത്തെ ദിവസമോ 3ാമത്തെ ദിവസം അയാൾ മരിച്ചു പോകാം, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് അയാൾ മരിക്കാം. അപ്പൊ അയാള് എന്തു സംഭവിക്കാലോ. അപ്പൊ അതിന്റെ മുമ്പ് തന്നെ അഡ്വാൻസ് ചെയ്ത് തുടക്കത്തിൽ കൊടുക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള കാരണം. അതൊരു കായികയാണ്. അറബിയിൽ അങ്ങനെ ഒരു കായികയുണ്ട്. എന്ത്? ഇതൻ സബബു, സബബുമായിട്ട് അത് നമുക്കൊരു വിഷയമായിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അത്. അതായത് സബബ് ഉണ്ട്, അമല് സംഭവിച്ചിട്ടില്ല. എന്നാൽ റാജിഹായിട്ടുള്ള അഭിപ്രായത്തിൽ എന്ത് ചെയ്യാം? സബബ് ഉണ്ട്, അമല് സംഭവിച്ചിട്ടുണ്ടെങ്കിലും തഖദീമുൽ അമലി ജായിസുൻ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അമലിനെ മുന്തിക്കുക എന്നുള്ളത് ജായിസാണ് എന്നുള്ളത് കൊണ്ട് പലരും പ്രബലപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായം എന്താണ്? അത് ജായിസാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എന്ത്? അവിടെ സബബ് ഉണ്ടല്ലോ, അമലിനെ മുന്തിക്കുകയാണ് ചെയ്യുന്നത്. അതെന്താണ്? ജായിസാണ്. അമലിനെ മുന്തിക്കുക എന്നുള്ളത് ജായിസാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ അമലിനെ മുന്തിക്കുക സബബ് റമദാനാണ്, അത് ആയിട്ടുണ്ട്. പിന്നെ അവിടെ അമലാണ്. അപ്പൊ അത് മുന്തിക്കൽ എന്താണ്? ജായിസാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ല, അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് റമദാനിന്റെ തുടക്കത്തിൽ തന്നെ കൊടുക്കുന്നതിന് വിരോധമില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഈ മൂന്നാമത്തതിലാണ് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉള്ളത്. അത് റാജിഹായിട്ടുള്ള അഭിപ്രായം. അപ്പോ സുലൈമാൻ റഹീലി ഹഫിളഹുല്ല അദ്ദേഹം ഈ വിഷയങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാല് അദ്ദേഹം എല്ലാ വിഷയങ്ങളും ഒരേപോലെ പഠിക്കുന്ന ആളാണ്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടി പഠിച്ചിട്ടൊരു അഭിപ്രായം പറയുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തെ അത് ചർച്ച ചെയ്തിട്ട് പറഞ്ഞത് ഈ മൂന്നാമത്തത് ഇങ്ങനെ ഖിലാഫുണ്ട്, എന്നാൽ റാജിഹായിട്ടുള്ള അഭിപ്രായം ജായിസാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്നാൽ ഖിലാഫിൽ നിന്ന് ഒഴിവാകുന്നതാണ് നല്ലത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ സംശയമുള്ളതിനെ വിട്ടിട്ട് സംശയമില്ലാത്തത് എടുക്കാണല്ലോ നല്ലത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നാലാമത്തെ രീതി എന്താ വെച്ചാല് ഷാബാനിന്റെ അവസാനത്തിൽ കൊടുക്കുക. അത് ശരിയാവില്ല. ഒരാള് ഷാബാനിന്റെ അവസാനമായ റമദാനിലേക്ക് എത്തിയിട്ടില്ല, അയാളെ 30 ദിവസം അഡ്വാൻസ് ആയിട്ട് അയാളെ ഫിദിയ കൊടുത്തു, അതുകൊണ്ട് സ്വഹീഹാവില്ല എന്നുള്ളതാണ്. പിന്നെ റമദാൻ ആയാൽ വീണ്ടും അയാൾ എന്ത് ചെയ്യണം? അത് സ്വഹീഹല്ല എന്നുള്ളതിൽ എന്തില്ല? ഖിലാഫില്ല. റമദാൻ ആയാൽ വീണ്ടും അയാൾ എന്ത് ചെയ്യണം? ആ ഫിദിയ കൊടുക്കൽ നിർബന്ധം. അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ കായിക തന്നെയാണ്. അത് പറ്റില്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നേരത്തെ പറഞ്ഞ കായിക. അവിടെ സബബന്നെ ഉണ്ടായിട്ടില്ലല്ലോ. ഷാബാനിന്റെ അവസാനത്തിൽ ഒരാൾ റമദാനിന്റെ നോമ്പ് നോറ്റാൽ ആ നോമ്പ് സ്വഹീഹാവോ? നോമ്പനെ സ്വഹീഹാവില്ലല്ലോ. അതേപോലെ തന്നെയാണ് ഫിദിയും. സബബ് എന്നുള്ളത് എന്താണ്? അവിടെ റമദാനിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ സബബന്നെ ഉണ്ടായിട്ടില്ല.
അപ്പൊ അത് ജായിസല്ല, അത് അതുകൊണ്ട് മതിയാകൂല എന്നുള്ളത് ഖിലാഫില്ലാത്ത വിഷയമാണ്. അപ്പൊ ഇതിൽ ആദ്യം പറഞ്ഞ ഒന്നാമത്തെ രണ്ടാമത്തെ വിഷയത്തിൽ എന്തില്ല അഭിപ്രായറ്റീസ് അല്ല. അഭിപ്രായറ്റീസ് ഇല്ലാത്ത വിഷയം നമ്മൾ എടുക്കുന്നതാണെന്ന് ഏറ്റവും സ്വഹിയായിട്ടുള്ള നിലപാട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി ഈ ഫിദ്യ കൊടുക്കല് ത്വആമാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞല്ലോ. അതിന് പകരമായിട്ട് പണം കൊടുക്കാൻ പറ്റുമോ? അതിന് പകരമായിട്ട് പൈസ കൊടുക്കാം. അത് പാടില്ല എന്നുള്ളതാണ്. അത് ഈ വിഷയത്തിൽ എന്നുള്ളതല്ല, ഫിത്ർ സക്കാത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഫിത്ർ സക്കാത്ത് അത് അങ്ങനെ തന്നെ അരിയായിട്ട് എന്താണോ ഭക്ഷണം അത് ഭക്ഷണമായിട്ട് തന്നെ കൊടുക്കണം ഫിത്ർ സക്കാത്ത്. ഇവിടെ അതിന്റെ കായിക എന്താണെന്ന് ചോദിച്ചാൽ ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി പറഞ്ഞു ഫിത്ർ സക്കാത്ത്, അതേപോലെ തന്നെ ഈ റമദാനിന്റെ ഫിദിയ. ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി പറഞ്ഞ വാചകം ഞാനൊന്ന് വായിച്ചുതരാം. അദ്ദേഹം പറഞ്ഞത് യജിബു അലൈനാ അൻ നഅലമ ഖായിദത്തുൻ മുഹിമ്മ, വളരെ പ്രധാനപ്പെട്ട ഒരു കായിദ, ഒരു നിയമം മനസ്സിലാക്കൽ നമുക്ക് നിർബന്ധമാണ് എന്നുള്ള അദ്ദേഹം ആ കായിദ പറയുന്നത്. എന്താണ് ആ കായിദ? വഹി അന്നമാ ദക്കറഹുല്ലാഹു അസ്സ വജല്ല ബിലഫ്ളി അൽ ഇത്ആം അവിത്ആം വജബ അൻ യകൂന ത്വആമൻ. അല്ലാഹ് ഇത്ആം എന്ന് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ത്വആം എന്ന് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് കൊടുക്കണം? ത്വആം തന്നെ കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. എന്നിട്ട് അദ്ദേഹം ഈ ഫിദിയന്റെ ആയത്തെടുത്ത് ധരിച്ചു, അതേപോലെ തന്നെ സത്യലംഘനവുമായി ബന്ധപ്പെട്ട ആയത്തെടുത്ത് ധരിച്ചു. എന്നിട്ട് അദ്ദേഹം പറയണം വ അലാഹാദ, ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ നിർബന്ധമാണ് എന്തായാലും ഇത്ആമു ബദലൻ അനിസോമില്ലതിൽ അനുഹിജ ബദലൻ അനുഹു ദിറാഹി, അതുകൊണ്ട് തന്നെ ഭക്ഷണം തന്നെ കൊടുക്കൽ നിർബന്ധമാണ്. അതിന് പകരമായിട്ട് പണം കൊടുക്കാൻ പാടില്ല. ലിയന്നഹു ഉദൂലുൻ അമ്മാ ജാഅ ബിഹി നസ്, കാരണം അതെന്താണ്? നസ് കൊണ്ടുവന്നതിൽ നിന്നുള്ള തെറ്റലാണത്. അത് നസ്സിനെതിരെ ചെയ്യലാണ്. കാരണം നസ് എന്താണ്? ത്വആമു മിസ്കീൻ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇത്ആമു എന്നുള്ളതാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അത് നസ്സിൽ നിന്ന് തെറ്റലാണ്. അതുകൊണ്ട് എന്ത് പറ്റൂല? പണം കൊടുക്കാൻ പറ്റൂല. എന്നിട്ട് അതിന് കുറച്ച് താഴെ, ഇത് കുറച്ച് ദീർഘമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ നിന്നുള്ള ചർച്ചയാണ്. അതിന്റെ താഴെ അദ്ദേഹം പറയുന്നത് ഇതേപോലെ തന്നെയാണ് ഫിത്ർ സക്കാത്തിന്റെയും കാര്യം. അതുകൊണ്ട് ലൗ അഖ്റജ ഖദറ ഖീമത്തിഹ 10 മറാത്തിൻ ലം യുജ്സി അൻ സാഇൻ മിനൽ ഹിൻത, അതുകൊണ്ട് ഒരാള് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ 10 മടങ്ങ് കൊടുത്താലും ശരി, 10 വട്ടം അതിന്റെ വില കൊടുത്താലും ശരി, ഈ ത്വആമിന് പകരാവില്ല. ഫിത്ർ സക്കാത്താണെങ്കിലും ശരി, നോമ്പിന്റെ ഫിദിയ ആണെങ്കിലും ശരി, ആ പണം അതിന്റെ മൂല്യം എത്രയാണെന്ന് നോക്കിയിട്ട് നമ്മൾ 10 പ്രാവശ്യം കൊടുത്താലും ശരി, അതിന് പകരമായിട്ട് 10 പ്രാവശ്യം പണം കൊടുത്താലും ശരി, ഫിദിയ അതുകൊണ്ട് ശരിയാവില്ല എന്നുള്ളതാണ് ആര് പറയുന്നത്? ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി വിശദീകരിക്കുന്നത്. ഇത് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹിയുടെ മാത്രം അഭിപ്രായമല്ല. ഇവിടെ ഒരു വിഷയം വരുന്നത് എന്താ വെച്ചാല്, ഇന്ന് പറയുന്ന ഒരു ന്യായീകരണം ഇന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾക്ക് അരിയല്ല വേണ്ടത്, അല്ലെങ്കിൽ ഫുഡല്ല വേണ്ടത്, അവർക്ക് വേറെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, അവർക്ക് ഹോസ്പിറ്റലുണ്ട്, മറ്റതുണ്ട്, മറിച്ചതുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഉലമാക്കളോട് ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാല്, ഈ പറയുന്ന ന്യായീകരണങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലില്ലേ? അവിടെ മിസ്കീനില്ലേ? അവിടെ ഫക്കീറില്ലേ? ഇതിനേക്കാൾ പ്രയാസപ്പെട്ട അവസ്ഥയിലായിരുന്നില്ല അവർ ജീവിച്ചത്. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബികളോ അവരാരും ചെയ്തിട്ടില്ല, പണം കൊടുത്തിട്ടില്ല. അവർ കൊടുത്തിട്ടുള്ളത് ഭക്ഷണമാണ്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കായികമാണ്. അവർക്കത് ചെയ്യാനുള്ള സന്ദർഭം ഉണ്ടായിരുന്നു, സാഹചര്യം ഉണ്ടായിരുന്നു, കഴിവുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പണം കൊടുക്കാനുള്ള എല്ലാ സന്ദർഭവും സാഹചര്യം അവർക്കുണ്ടായിട്ട് അവരെന്ത് ചെയ്തിട്ടില്ല? പണം കൊടുത്തിട്ടില്ല. ഫിദിയ പണമായിട്ട് നൽകിയിട്ടില്ല. അതേപോലെ തന്നെ ഫിത്ർ സക്കാത്ത് പണമായിട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ ദീനി എന്നുള്ളത് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാനും പഠിക്കാനുള്ളതല്ലല്ലോ ദീനി എന്നുള്ളത്. അത് പ്രമാണങ്ങളിൽ എന്താണോ വന്നത് അതിനനുസരിച്ച് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ബുദ്ധി കൊണ്ട് പ്രമാണങ്ങൾ അളക്കാൻ നിന്നാലോ പിന്നെ ഈ ഫിദിയ മാത്രമല്ല വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പൊ അത് ശരിയല്ല. നസ്സിന് കീഴ്പ്പെടുക എന്നുള്ളതാണ്. സമീഅന വഅതഅന. പ്രമാണങ്ങളിൽ എന്താണോ വന്നത് അത് ത്വആം കൊടുക്കാൻ വന്നിട്ടില്ലെങ്കിൽ ത്വആം കൊടുക്കുക. അതിനു പകരം ഇത് അങ്ങനെ കൂടാതെ അങ്ങനെ കൂടാതെ അന്നത്തെ കാലഘട്ടത്തിലല്ല ഇന്നത്തെ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കേണ്ടേ, ഇത് ഇസ്ലാമല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെയാണ് ആൾക്കാർ ന്യായം പറയാറുള്ളത്. ഇന്ന് റേഷൻ വീട്ടിൽ നിന്ന് കുറെ അരി കിട്ടും, നമ്മുടെ നാട്ടിലാണെങ്കിൽ അങ്ങനെ പറയാറുള്ളത്. അരി കിട്ടാത്തത് ആർക്കാണെന്നുള്ളത് ചോദിച്ചിട്ട്. അപ്പൊ അതൊന്നും ഇതിന്റെ ന്യായീകരണമായിട്ട് നമുക്ക് പറയാൻ പറ്റൂല. ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അതിലെ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. കാര്യം ക്ലിയറാണ്. നമ്മുടെ കൽപ്പനയില്ലാത്തത് ആരെങ്കിലും ചെയ്താൽ എന്താണ്? അത് തള്ളേണ്ടതാണ്. അപ്പൊ അതാണ് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്. ഇതിൽ വരുന്ന മറ്റൊരു വിഷയം എന്താ വെച്ചാല്, അപ്പൊ അത് പണമായിട്ട് കൊടുക്കാൻ പറ്റില്ല, അത് ഭക്ഷണമായിട്ട് തന്നെ കൊടുക്കുക എന്നുള്ളത്. ഇനി അതിൽ വരുന്ന മറ്റൊരു വിഷയം, ഇങ്ങനെ ഫിദിയ കൊടുത്ത ഒരാള് അയാളുടെ രോഗം മാറി, അള്ളാന്റെ കുദറത്ത് കൊണ്ട് അയാളുടെ രോഗം മാറി, അയാൾ പിന്നീട് ആ നോമ്പ് നോറ്റ് വിട്ടേണ്ടതുണ്ടോ? ഇതിനെ സംബന്ധിച്ച് ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ഫുഖാക്കള് പറഞ്ഞു തന്നിട്ടുണ്ട്. അയാൾ നോമ്പ് പിന്നീട് നോറ്റ് വിട്ടേണ്ടതില്ല. ഫിദിയ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫിദിയ കൊടുത്തതിന് പകരം പിന്നീട് ആ ഫിദിയ കൊടുത്ത നോമ്പ് അയാൾ നോറ്റ് വിട്ടേണ്ടതില്ല. ഈ വിഷയത്തിലൊരു ചോദ്യം ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി ചോദിച്ചു. അയാളെ രോഗം ഇങ്ങനെ സുഖപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? മുമ്പുള്ള നോമ്പിനൊക്കെ പകരമായിട്ട് ഫിദിയ കൊടുത്തിട്ടുണ്ട്, രോഗം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അയാളെ ഇനി എന്ത് ചെയ്യണം? പിന്നെ നോമ്പ് നോൽക്കേണ്ടതുണ്ട്, ആ നോമ്പ് നോറ്റ് വിട്ടേണ്ടതുണ്ടോ എന്നുള്ളത് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ
ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അതിന് പറഞ്ഞിട്ടുള്ള മറുപടി എന്താ വെച്ചാല് ഫൈദാ ഫഅല ദാലിക ഫഖദ്ദറല്ലാഹു ലഹു അശ്ശിഫാ ഫീമാ ബഅദ് ഫഇന്നഹു ലാ യൽസമുഹു അൻ യസൂമ അമ്മാ അത്അമാനഹു. അവനെന്താണ് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, ഇനി അതിന് പകരമായിട്ട് അവന് നോമ്പ് നോൽക്കുക എന്തല്ല അവനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമല്ല. അവന്റെ കടമ അതവൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അവൻ ആ നോമ്പ് നോൽക്കേണ്ട കാര്യമില്ല എന്നുള്ളത് ആര് പറഞ്ഞിട്ടുണ്ട്? അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ നമുക്കത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംശയം ആളുകൾക്ക് ഉണ്ടാവും. ഇങ്ങനെ രോഗം മാറിക്കഴിഞ്ഞാൽ പിന്നീട് ഫിദിയ കൊടുത്തതിന് പകരമായിട്ട് പിന്നീട് നോമ്പ് നോൽക്കേണ്ടതുണ്ടോ എന്നുള്ള സംശയം ഉണ്ടാകും. അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫിദിയനെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതാണ്ടൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനി പറയാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് വിശദീകരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളെയും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ.